ശ്രീ PM.A. സമീർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കേരളത്തിലെ വാണിജ്യ വ്യവസായ രംഗത്ത് നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികൾ അവരുടെ നിക്ഷേപ സമാഹരണത്തിനായി IPO, SME ലിസ്റ്റുകളും ആയി നിക്ഷേപ സമാഹരണ പ്രക്രിയയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടും ആ പ്രക്രിയ അവർ പൂർത്തീകരിച്ചു വരികയാണ്. ഈ സമയത്ത് ഇത്തരം കമ്പനികൾ നടത്തുന്ന സ്കീം ഓഫ് അമാൽഗമേഷൻ, മെർജർ പോലുള്ള സ്കീമുകൾക്ക് കേരളത്തിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, പിന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ള ഇൻസെൻറ്റീവ്സും സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീയിലൊക്കെ ഒരു അപ്പർ ക്യാപ്പ് കൊണ്ടുവന്ന് ഇത്തരം കമ്പനികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ കമ്പനികൾ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും അവർക്ക് ഇങ്ങനെ ലഭ്യമാവുന്ന ഇൻസെൻറ്റീവ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇതുമൂലം സംസ്ഥാനത്തിന് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും റവന്യൂ ലോസുകൾ വരും. ഡയറക്റ്റായി സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും രജിസ്ട്രേഷൻ ഫീയിലും പ്രോപ്പർട്ടി ടാക്സിലും പ്രൊഫഷണൽ ടാക്സിലും ഉൾപ്പെടെയുള്ളത് വരുമ്പോൾ ഇൻഡയറക്റ്റായി GSTയിലെ ഇൻപുട്ട് ക്രെഡിറ്റ് സംവിധാനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങളുടെ സാധ്യതയും ഇല്ലാതാവുന്നു. നമ്മുടെ തൊഴിലവസരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒരു ടാലൻറ്റ് പൂള് നമുക്ക് നന്നായി ലഭ്യമായൊരു സംസ്ഥാനമാണ്. നമ്മൾ ലേബർ ക്ലാസ്സിലുള്ള ആളുകളാണ് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഇത്തരം കമ്പനികളിലും ഓഫീസുകളിലും ഒക്കെ ഉള്ള സീനിയർ ലെവൽ എംപ്ലോയീസൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ടാലൻറ്റ് പൂളാണ്. അവർക്കുള്ള ജോലിയുടെ ഒരു സാധ്യത കൂടിയാണ് ഇതിലൂടെ നഷ്ടമാവുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം വരികയും കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള രീതിയിലേക്ക് വരാൻ ഇടവരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ആണെങ്കിലും രജിസ്ട്രേഷൻ ഫീ ആണെങ്കിലും മറ്റു സംസ്ഥാനങ്ങളെ കോമ്പീറ്റ് ചെയ്യുന്ന പോലെ റേഷണലൈസ് ചെയ്ത് അപ്പർ ക്യാപ്പ് പോലുള്ള നടപടികൾ കൊണ്ടുവരണമെന്നാണ് ചട്ടം 304 മുഖേനയുള്ള സബ്മിഷനിൽ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കമ്പനികളുടെ അമാൽഗമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആധാരങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഏർപ്പെടുത്തുന്നതിനായി കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സ്റ്റേറ്റുകളിൽ നടത്തപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ ചുവടുപിടിച്ച് 2016 കേരള ഫിനാൻസ് ആക്ട് പ്രകാരം ഒരു ഭേദഗതി വരുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ കമ്പനികളുടെ അമാൽഗമേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ സ്ഥാവര സ്വത്തിൻ്റെ 2% അല്ലെങ്കിൽ പകരമായി അലോട്ട് ചെയ്യുന്ന ഷെയറുകളുടെയോ മറ്റ് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളുടെയോ മാർക്കറ്റ് മൂല്യത്തിൻ്റെ 0.6% ഇതിലേതാണോ കൂടുതൽ നിരക്കിൽ മുദ്രവില ഈടാക്കേണ്ടതാണ്. പ്രസ്തുത സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് എന്തെങ്കിലും ഉയർന്ന പരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല കേരളത്തിൽ. എന്നാൽ മേൽപ്രകാരമുള്ള കമ്പനികളുടെ അമാൽഗമേഷന് കർണാടകയിൽ 25 കോടിയും തെലങ്കാനയിൽ 20 കോടിയും മഹാരാഷ്ട്രയിൽ 50 കോടിയായും അപ്പർ ക്യാപ്പ് ഉയർന്ന പരിധി നിശ്ചയിച്ചിട്ടുള്ളതായി കാണുന്നു. തമിഴ്നാട്ടിൽ കേരളത്തിലേതുപോലെ പരിധിയില്ലാതെ സ്റ്റാമ്പ് ഡ്യൂട്ടി നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. സർ, ഈ കാര്യം സർക്കാരിന് വലിയ വരുമാന നഷ്ടം ഉണ്ടാകും പ്രത്യക്ഷത്തിൽ. പക്ഷേ അതേസമയം വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് തടയുന്നതിനും നമുക്ക് പരിഗണിക്കാം. ആ വിഷയം സർക്കാരിൻ്റെ ഒരു നയപരമായ തീരുമാനമാണ്. അതുകൊണ്ട് അത് വിശദമായ പരിശോധിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കും.